നമസ്കാരം. കെ സുധാകരൻ ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് എം പിമാർ മത്സരസ്ഥാനത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കോൺഗ്രസ് പാർട്ടി, ആ കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ സുധാകരൻ ഏറെക്കുറെ അടങ്ങി ഒതുങ്ങി എന്ന് വിചാരിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം കണ്ണൂരിൽ താൻ ഉണ്ടാവുമെന്ന് ആദ്യം പറയുന്നു. ദില്ലിയിലെ ചർച്ചകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. രാഹുൽ ഗാന്ധിയുടെ അനുനയ ശ്രമങ്ങൾക്ക് പോലും വഴങ്ങാതെ ഇന്ന് കെ സുധാകരൻ ആ ഒരു സീറ്റ് കിട്ടിയേ തീരൂ എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഒരുപക്ഷെ സനോജി, എന്തായിരിക്കാം ഈ ഒരു നമ്മൾ അപ്രതീക്ഷിതം, എനിക്ക് തോന്നുന്നു വി ഡി സതീശനോ ചെന്നിത്തലയുമായിട്ടോ ഒക്കെ ഒരു സംഘർഷം ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട്, മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാം എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷേ ഒരു സ്ട്രോങ് കണ്ടൻ്റായി തന്നെ ഈ സുധാകരൻ വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും കുമാർ, കാര്യം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇതേക്കുറിച്ച് ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ്. എല്ലാവർക്കും മുഖ്യമന്ത്രി കസേരയിൽ കുറഞ്ഞ ഒന്നിലേക്ക് നോട്ടമില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നിൽക്കുകയാണ്. ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള തുറന്ന യുദ്ധം അത് ഒരു വശത്ത് നടക്കുകയാണ്. അവർ തമ്മിൽ ആരാണ് മുഖ്യമന്ത്രി കസേരയിൽ, ഈ പറയുമ്പോൾ ഒരു കസേര കളിയാണല്ലോ, ആ കസേര കളിയിൽ ആരാണ് ജയിക്കുക എന്നുള്ള ഒരു ഫൈനൽ ലേക്ക് എത്തുന്ന സമയത്താണ് ഓർക്കാപ്പുറത്ത് സുധാകരൻ കൂടി കളത്തിലിറങ്ങുന്നത്. ഈ സുധാകരനെ ശരിക്കും പറഞ്ഞാൽ ഒതുക്കാൻ വേണ്ടിയാണ് എം പിമാരും മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് വന്നത്, ഒരു നയത്തിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു സർവേ, അത് ആരുടെ ആണെന്നൊന്നും അറിയില്ല, പക്ഷേ വളരെ ഒരു സർവേ ഫലം വന്നപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇക്കുറി വിജയസാധ്യത കൂടുതൽ UDF-നാണ് എന്നുള്ളൊരു ഫലശ്രുതി കേൾക്കുന്നു. അതോടുകൂടിയാണ് സുധാകരന് ഈ ഒരു മുഖ്യമന്ത്രി കസേരയിൽ മോഹം വരുന്നതും അദ്ദേഹം ഈ തിരക്കിട്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തനിക്ക് മത്സരിക്കണമെന്നുള്ളൊരു വാശി പുറത്തെത്തുന്നത്. പക്ഷേ സുധാകരൻ അത്തരത്തിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. കാര്യം വളരെ സീനിയറായിട്ടുള്ള നേതാവാണ്, കണ്ണൂരിൽ കോൺഗ്രസ്സിന് വലിയ വേരോട്ടം ഉണ്ടാക്കി കൊടുത്ത നേതാവാണ്. പാർട്ടി അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെയധികം ശക്തമായിട്ട് നിന്ന സമയത്ത് പോലും അതിനോട് എതിരിട്ടുകൊണ്ട് ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പറഞ്ഞതുപോലെ ഹൃദയരക്തമാണ് എൻ്റെ പാർട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അത്തരത്തിൽ തന്നെ കണ്ണൂരിൽ ഒരു വേരോട്ടം ഉണ്ടാക്കിയ ഒരാളാണ് UDF-ന്. അപ്പോൾ ഒരിക്കലും പാർട്ടിക്ക് നിഷേധിച്ച് മാറ്റി നിർത്താനാവില്ല സുധാകരനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഉള്ളത് വേറൊരു വിഷയം, അത് ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ കൂടി ജയിക്കുന്നുള്ള കാര്യവും അറിയാം മത്സരിച്ച് കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചേ പറ്റൂ പാർട്ടിക്ക്. അവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വലിയ ഉടക്കിൽ കിടക്കുന്നത്. ഇനി ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. നാളെ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് വേണ്ടി നാളെ വീണ്ടും അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മെരുങ്ങുമോ മയങ്ങുമോ എന്നുള്ളതാണ് ഇനി നോക്കിയിരുന്ന് കാണേണ്ടത്. അദ്ദേഹത്തിന് അതിന് വഴങ്ങിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. സീറ്റിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ആയില്ല എങ്കിൽ രാഹുൽ ഗാന്ധിയെ കാണില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ല കുമാർ, ഇതിനകത്ത് വേറൊരു വിഷയമുണ്ട്. ഇപ്പം സുധാകരന് അദ്ദേഹത്തെ മയപ്പെടുത്താൻ വേണ്ടി നാളത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു 5 MPമാരെങ്കിലും വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പറഞ്ഞ ഇവരിലും സീനിയറായിട്ടുള്ളവർക്കെല്ലാം നോട്ടം മുഖ്യമന്ത്രി കസേരയിലേക്കാണ്. KC വേണുഗോപാൽ, ഒരുപക്ഷെ KC വേണുഗോപാലിൻ്റെ കളിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുന്ന അദ്ദേഹമാണ്. പക്ഷേ അദ്ദേഹവും പരസ്യമായി ഈ മത്സരരംഗത്തേക്ക് വരും. ഷാഫി പറമ്പിലും ഉറപ്പായിട്ടും വരും. അദ്ദേഹവും ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പദം ചോദിച്ചില്ലെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതെങ്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിൻ്റെ കയ്യിലിരിക്കുന്നതല്ലാത്ത പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പ് അദ്ദേഹത്തിന് കിട്ടിയേ അടങ്ങിയുള്ളെന്നുള്ളൊരു വാശിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ ബാക്കിയുള്ളവരെല്ലാവരും ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങും, മത്സരിക്കും. അതോടുകൂടി ഈ വഴിയാധാരമാകാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ്. അല്ല, രമേശ് ചെന്നിത്തല സുധാകരനെ പിന്തുണച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് വരുന്നത്. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കോമൺ ശത്രു വരുമ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് തീർക്കുമല്ലോ. കേരളത്തിൽ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വരാനുള്ള സാധ്യതയാണോ? അത് പറയാൻ പറ്റില്ല. തൊട്ടപ്പുറത്ത് കർണാടകത്തിലുണ്ടോ CM ഡെപ്യൂട്ടി CM ഒക്കെ, തമിഴ്നാട്ടിൽ 2.5 വർഷത്തെ ഒരു ഷെയറിംഗ്, ഉപമുഖ്യമന്ത്രി അല്ലേ, തമിഴ്നാട്ടിൽ 2.5 കൊല്ലത്തെ ഷെയറിംഗ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടാവാതിരിക്കാം. എന്തായാലും ഇതൊക്കെ ജയിച്ചെങ്കിൽ മാത്രമുള്ള കാര്യമാണ്. ജയം ഇപ്പോഴും തീണ്ടാപ്പാട് അകലെയാണ്. നേരത്തെ പറഞ്ഞ സർവേയിൽ UDF തരംഗം, സംസ്ഥാനത്ത് UDF തരംഗം എന്നാണ് ആ സർവേ ഫലം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുധാകരൻ്റെ ഈ പടനീക്കം. പക്ഷേ ഈ പടനീക്കം വെറുതെ ഒരു പിണക്കമല്ല.
ഈ ഇന്നത്തെ ഒരു സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ, അതായത് സുധാകരന് അനുകൂലമായി നിരവധി പോസ്റ്ററുകൾ വരുന്നുണ്ട്. ഈ പോസ്റ്ററുകൾ, ഒരേ രൂപത്തിലുള്ള പോസ്റ്ററുകൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഒരേ കണ്ടന്റ്, ഒരേ രൂപം, ഒരേ ഫോണ്ട്. അതെ, എറണാകുളം ജില്ലയിലും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മാത്രം കളിക്കുന്ന കളിയാണോ എന്നൊരു സംശയം. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞൊരു കളി അദ്ദേഹത്തിന് ഇല്ല. അതിനു വേണ്ടി തന്നെയാണ്, അതും പ്രത്യേകിച്ചും ഈ സർവേ ഫലം വന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ലോട്ടറിയാണ്. അധികമൊന്നും വേർക്കേണ്ടി വരില്ല, അല്ലേ? അതെ. കഴിഞ്ഞ കുറേ കാലമായി ഈ ഉള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാമല്ലോ UDF അങ്ങനെ ഒരു ജനഹൃദയങ്ങളിൽ എത്താൻ പറ്റുമെങ്കിൽ, ഇതിപ്പോൾ ഒന്നും അറിയില്ല. അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു ഈസി വാക്ക് ഓവറാണ് ഇതിലേക്ക്, മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള. പക്ഷെ അതിനു വേണ്ടിയുള്ള ഒരു കച്ചകെട്ടെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹം ഈ KPCC പ്രസിഡന്റ് ആകുന്നതിന് മുന്നേയുള്ള കെ സുധാകരൻ ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു പിന്തുണ, ഒരു ഉറച്ച പിന്തുണ കെ സുധാകരന് കിട്ടുമായിരുന്നു. കാരണം നമുക്കറിയാം കോൺഗ്രസിനെ ഒരു സെമി കേഡർ സംവിധാനമാക്കി മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ഈ സെമി കേഡർ പോയിട്ട് ഒന്നുമാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, കുത്തഴിഞ്ഞ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് പോവുകയും ഈ പത്രലേഖകരുടെ മുന്നിൽ കിടന്ന് കടിപിടി കൂടുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തു. അത് മാത്രമല്ല കുമാറെ, കാര്യം ഈ കെ സുധാകരനാണ് വരികയെങ്കിൽ VD സതീശന് വലിയ ഒരു ഇടിവാണ് സംഭവിക്കാൻ പോകുന്നത്. കാര്യം ഇപ്പോൾ അദ്ദേഹം മുസ്ലിം ലീഗുമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അലയൻസ് ഉണ്ട്. അത് അപ്പാടെ സുധാകരൻ പൊളിച്ചെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുധാകരൻ്റെ ഒരു പ്രവർത്തന രീതി വേറെയാണ്. ഈ VD സതീശൻ്റെ ഒരു പച്ച രാഷ്ട്രീയമല്ല സുധാകരനുള്ളത്. ഉണ്ട്, അല്പസ്വല്പം ലീഗിനെയൊക്കെ കൂടെ നിർത്തും, കൈയിട്ട് ഒരുമിച്ച് ബിരിയാണി കഴിക്കും എന്നൊക്കെ ഉള്ളത് സത്യമാണ്. പക്ഷേ അതൊഴിച്ചു കഴിഞ്ഞാൽ ഈ VD സതീശൻ്റേതായ ഒരു പ്രീണനം സുധാകരന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തന്നെയാണ് മൊത്തത്തിൽ ഇപ്പോൾ UDF പാളയത്തിലെ ഒരു ചർച്ചാ വിഷയം. കാര്യം ഈ ഒരു ഇലക്ഷൻ സ്വപ്നം കണ്ട് ഒരുപാട് കളികൾ ഇവർ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, ഇല്ലേ? ഇപ്പം UDF ജയിച്ചു കയറിയാൽ നമുക്കറിയാം വ്യവസായ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ലീഗിൻ്റെ കയ്യിലാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് തന്നെ ലീഗ് ഒരുപാട് മുൻകൂട്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ വലിയ തിരിച്ചടിയായിരിക്കും ഇനി ലഭിക്കാൻ പോകുന്നത്. അതെ. അപ്പോൾ എന്തായാലും UDF രാഷ്ട്രീയം അത് കലങ്ങി മറിയുകയാണ്. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു രീതിയിലേക്കൊന്നും അല്ല ഈ കലഹം പോകുന്നത്, മറ്റു തലങ്ങളിലേക്ക് പോവുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ വലിയ പാരമ്പര്യവും മറ്റുമൊക്കെ ഈ കോൺഗ്രസ് അവകാശപ്പെടാറുണ്ട് പല കാലങ്ങളിലായി. ഇന്ത്യ ആദ്യം വന്ന സംഭവമാണ്, ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതലുള്ള പാർട്ടിയാണ്, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ പടലപ്പണക്കങ്ങളും ഗ്രൂപ്പിസങ്ങളും അത് ഈ പറഞ്ഞ വർഷങ്ങൾ കഴിയുന്തോറും അതും കൂടി വരികയാണ്. ഇത്രയധികം ബ്രാക്കറ്റ് പാർട്ടികളുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ലോകത്തുണ്ടാവില്ല. അതെ. എന്തായാലും കേരളം ഒരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഭരണമാറ്റം ലക്ഷ്യമാക്കി തന്നെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിനിടയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ കീറാമുട്ടിയായി നിൽക്കുകയാണ്. MP-മാർക്ക് മത്സരിക്കണം എന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. തീർച്ചയായും ഈ MP-മാരുടെ മത്സരം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസിന് വലിയ റോളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇവർക്കൊരു ആശ്വാസമുള്ളത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നത് ഒരു കണക്കിന് കോൺഗ്രസിന് ഒരു ആശ്വാസമാണ് കേട്ടോ. അല്ലെങ്കിൽ പുള്ളി ഇറങ്ങിയേനെ ഇതേ കസേരയ്ക്ക് വേണ്ടി. അദ്ദേഹവും ഈ ഒരു മത്സരത്തിനുണ്ടാകുമായിരുന്നു. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.